നമസ്കാരം. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ സർക്കാരിന്റെ തുടക്കത്തിൽ അടയും ചക്കരയും പോലെയായിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യവസായി ഇലോൺ മസ്കും തമ്മിൽ അടിച്ചുപിരിഞ്ഞു. ഡോജിന്റെ തലപ്പത്ത് നിന്ന് മസ്ക് സ്ഥാനമൊഴിഞ്ഞ ശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കം മുറുകിയിരിക്കുകയാണ്. ഇരുവരും തമ്മിൽ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇലോൺ മസ്കിന്റെ കമ്പനികൾക്ക് US സർക്കാരിന്റെ കരാറുകളും സബ്സിഡികളും നൽകുന്നത് നിർത്തലാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച നികുതി നിയമത്തെ ചൊല്ലി ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. നമ്മുടെ ബജറ്റിൽ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന കരാറുകളും സബ്സിഡികളും അവസാനിപ്പിക്കുക എന്നതാണെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇതിനിടെ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലടക്കം മസ്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഇതോടെ വിവാദം ആളിക്കത്തുന്ന അവസ്ഥയാണ്. ജെഫ്രി എബ്സിന്റെ ലൈംഗിക ആരോപണ ഡയറിയിൽ ട്രംപിന്റെ പേരുണ്ടെന്നാണ് മസ്ക് ആരോപിക്കുന്നത്. ട്രംപ് മസ്ക് ബന്ധം വഷളായതോടെ അത് ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു. മസ്കിന്റെ കമ്പനികളുടെ ഓഹരികൾ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത്. 15,000 കോടി രൂപയാണ് ഇതിന്റെ മൂല്യം. അതേസമയം തന്റെ കമ്പനികൾക്കുള്ള സർക്കാർ കരാറുകൾ അവസാനിപ്പിക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഡ്രാഗൺ പേടകം ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ SpaceX ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു ഇലോൺ മസ്ക് പ്രതികരിച്ചത്. മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ സബ്സിഡികൾ, നികുതി ഇളവുകൾ എന്നിവ വഴി ലഭിച്ചത് $38 ബില്യൺ. ഇത് നിർത്തലാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. മസ്കുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം ഇനി തുടരുമോ എന്ന് സംശയമാണെന്നും മസ്കിൽ താൻ നിരാശനാണെന്നും ട്രംപ് പറയുന്നു. വൈറ്റ് ഹൗസിൽ നിന്ന് പിരിയാൻ നിർദ്ദേശമെന്നുമാണ് ട്രംപ് പറയുന്നത്. നേരത്തെ ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവി എന്ന സ്ഥാനത്ത് നിന്ന് ഇലോൺ മസ്ക് പടിയിറങ്ങിയിരുന്നു. ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവ് എന്ന സ്ഥാനത്ത് നിന്നായിരുന്നു പുറത്തുപോയത്. കാര്യക്ഷമതാ വകുപ്പിലെ പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലുള്ള തന്റെ കാലാവധി അവസാനിക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപിന് നന്ദി എന്നാണ് മസ്ക് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത്. എന്നാൽ ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ പ്രശ്നം ലോകം ചർച്ച ചെയ്തു. ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ എന്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുമ്പോൾ ചെലവുകൾ കുറയ്ക്കാൻ അവസരം നൽകിയതിന് പ്രസിഡന്റിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡോജ് മിഷൻ കാലക്രമേണ ശക്തിപ്പെടും. അത് സർക്കാരിന്റെ രീതിയായി മാറുമെന്നും മസ്ക് എക്സിൽ കുറിച്ചിരുന്നു. ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു മസ്കിന്റെ പടിയിറക്കം. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായിട്ടുള്ള ചെലവുകൾ കുത്തനെ കൂട്ടാനും ആഭ്യന്തര നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ബില്ലാണ് ട്രംപ് കൊണ്ടുവന്നത്. എന്നാൽ സർക്കാരിന്റെ അധിക ചെലവ് നിയന്ത്രിക്കാൻ ആവിഷ്കരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ പ്രവർത്തന ലക്ഷ്യത്തെ തന്നെ തകർക്കുന്നതാണ് ട്രംപിന്റെ പുതിയ ബില്ലെന്ന് മസ്ക് ആഞ്ഞടിച്ചു. ബില്ല് നിരാശാജനകമാണെന്നും US ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിന് പകരം കൂട്ടാനുള്ള ബില്ലാണിതെന്നും മസ്ക് വിമർശിച്ചു. ബില്ലിന് ഒരേ സമയം ബിഗ് ബ്യൂട്ടിഫുൾ ആകാനാകില്ല, അതിലേതെങ്കിലും ഒന്നാവാനേ പറ്റൂ എന്നും മസ്ക് പറഞ്ഞു. ട്രംപിന്റെ പുതിയ എക്സ്പെൻസ് ബില്ലിൽ രൂക്ഷമായ പ്രതികരണമായിരുന്നു മസ്ക് അത്തരത്തിൽ നടത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഭീഷണിയും. പുതിയ ബില്ല് പാസാക്കിയ സെനറ്റർമാരെയും മസ്ക് ശക്തമായി വിമർശിച്ചു. ഒരു കാലത്ത് ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്ന മസ്കും ട്രംപും തമ്മിൽ ഇനി ഒരിക്കലും ചേരാനാകാത്ത വിധം പൂർണ്ണമായും അടിച്ചുപിരിഞ്ഞുവെന്നാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകളും തെളിയിക്കുന്നത്.